രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ മൊഴികൾ ശേഖരിക്കാൻ തുടങ്ങി ക്രൈംബ്രാഞ്ച്. യുവനരി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാകും ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുക. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും പാലക്കാട് എത്തിക്കാൻ മുൻകൈയെടുത്ത് ഷാഫി പറമ്പിലും എ ഗ്രൂപ്പും. രാഹുൽ വിട്ടുനിൽക്കുന്നത് തിരിച്ചടിയാകുമെന്ന് പാലക്കാട് ചേർന്ന എ ഗ്രൂപ്പ് യോഗം വിലയിരുത്തി. എന്നാൽ റിപ്പോർട്ടുകൾ ഷാഫി പറമ്പിൽ MP നിഷേധിച്ചു. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ പാലക്കാട് നിന്നും. MG പ്രതീഷിലേക്കാണ് ആദ്യം. പ്രതീഷ്, ഈ ആരോപണങ്ങളിൽ കൃത്യമായ ഒരു മൊഴി പരാതി ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതില്ലാത്തടത്തോളം കാലം ക്രൈംബ്രാഞ്ചിന്റെ നടപടികൾക്ക് ഒരു ബലം ലഭിക്കുകയില്ല. കോടതിയിലായാൽ പോലും അത് വളരെ വേഗത്തിൽ രാഹുലിന് അത് വാദിച്ച് മറികടക്കാനാവും. ഈ സാഹചര്യത്തിൽ ഈ പരാതിക്കാർക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു റിട്ടേൺ കംപ്ലൈന്റിലേക്ക് എത്തുന്നില്ല. അതിനുള്ള നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഗോകുൽ, തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രധാനമായും ഈ പരാതിക്കാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. പക്ഷേ രേഖാമൂലം ആരും ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ പരാതി നൽകിയിട്ടില്ല എന്നതാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി. അതുകൊണ്ട് തന്നെ അത്തരം പരാതികൾ പരമാവധി ശേഖരിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ സാമൂഹിക മാധ്യമം വഴിയും അല്ലാതെയും പരാതികൾ ഉന്നയിച്ചവർക്ക് നോട്ടീസ് നൽകി അവരിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഗുരുതരമായ വകുപ്പുകൾ ആവശ്യമെങ്കിൽ രാഹുലിനെതിരെ ചുമത്തുന്നത്. പക്ഷേ അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ നൽകിയിട്ടില്ല. പൊതുപ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ സംഘടനയിൽ ഉൾപ്പെട്ടവരും മാത്രമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നത്. അവരിൽ നിന്നടക്കം മൊഴിയെടുക്കുന്ന നടപടികൾ ക്രൈംബ്രാഞ്ച് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി ഹഫീസ ഈ DGPക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ മൊഴി ഈ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പരാതിക്കാർ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ പരാതി നൽകിയില്ലെങ്കിൽ അത് രാഹുലിന് തന്നെയാകും ഒരു തരത്തിൽ നേട്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം, ഇരകളെ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണമാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. നിലവിൽ റിനി ഒപ്പം ഈ നേരത്തെ ഈ രാഹുലിനെതിരെ പരാതി നൽകിയിരുന്ന അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച അവന്തിക, റിനി ഭാസ്മര ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് കേൾക്കും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. എന്തായാലും നിലവിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ആദ്യം നോട്ടീസ് നൽകിയ ശേഷമായിരിക്കും അത്തരത്തിൽ മൊഴിയെടുക്കൽ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഉയരുമെന്ന ഒരു വിവരം ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതികൾ വന്നാൽ അത് ഗൗരവമായി പരിശോധിച്ച് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ക്രൈംബ്രാഞ്ചിനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗോകുൽ, ശരി, പ്രതീക്ഷാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച് ഇതിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ശ്രീജിത് ശ്രീകുമാരനേക്കാണ്, പാലക്കാട്ടേക്കാണ്. ശ്രീജിത്ത്, MLA നാടുവിട്ടു എന്ന തരത്തിലുള്ള വലിയ പ്രചാരണം, അടിക്കടി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, എല്ലാ ദിവസവും അത് BJPയുടെ ഭാഗത്തു നിന്നാവട്ടെ, ഒപ്പം LDFന്റെ ഭാഗത്തു നിന്നുള്ള യുവജന സംഘടനകളുടെ ഒക്കെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ തിരികെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കുക എന്ന നീക്കം, അതിന് പിന്നിൽ എന്തൊക്കെയാണ്, അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയമായ ഇടപെടലുകൾ എങ്ങനെയാണ്, ഒരു പ്രതിരോധം തീർക്കുക ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ എന്നത് കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും വളരെ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നാളുകൾക്ക് ശേഷം ഷാഫി പറമ്പിൽ ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം വടകരയിലെത്തി അവിടെ പ്രതികരണം നടത്തി. പക്ഷേ ചില കാര്യങ്ങൾക്ക് രാഹുലുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പാലക്കാട്ടേക്ക് ഷാഫി എത്തിയത് ഇന്നലെ മാത്രമാണ്. ഇന്നലെ പാലക്കാട്ടെ അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു വിവാഹ ചടങ്ങിൽ ഷാഫി പങ്കെടുത്തു. അതിനുശേഷമാണ് അദ്ദേഹത്തോടൊപ്പമുള്ള അനുയായികൾ ഒപ്പമിരുന്നത്, കൂടിയാലോചന നടത്തിയത്. ആ കൂടിയാലോചനയിൽ ഇവിടുത്തെ ഒരു 20ഓളം നേതാക്കൾ, ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 20ഓളം നേതാക്കളാണ് പങ്കെടുത്തതെന്നാണ് അറിയുന്നത്. എന്തായാലും ഒരു ഏകാഭിപ്രായമാണ് രാഹുലിന്റെ കാര്യത്തിൽ അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. MLA ഇങ്ങനെ ഇവിടെ നിന്ന് മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അത്ര കണ്ട് ഗുണകരമാകില്ല എന്ന ഒരു തീരുമാനമാണ് അവർക്ക് ഈ ഒരു ഘട്ടത്തിലുള്ളത്. എന്തായാലും MLA ആദ്യ ഘട്ടത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കേണ്ട, അതൊരു സ്വകാര്യ പരിപാടികളിലേക്ക് MLA പങ്കെടുപ്പിക്കുക, ശേഷം ഈ ക്ലബ്ബുകളുടെയും മറ്റും പരിപാടികൾക്ക് MLA എത്തിക്കുക, അതിനുശേഷം പതിയെ മണ്ഡലത്തിൽ സജീവമാക്കുക. ഈ ഒരു സ്ട്രാറ്റജി ആയിരിക്കും കോൺഗ്രസ് അല്ലെങ്കിൽ എ ഗ്രൂപ്പ്, കോൺഗ്രസ്
കോൺഗ്രസ് എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല, എ ഗ്രൂപ്പ് സ്വീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. DCC പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളുടെയും ഒക്കെ കടുത്ത എതിർപ്പ് ഇക്കാര്യത്തിലുണ്ട്. ഈ രാഹുൽ മണ്ഡലത്തിലേക്ക് വന്നാൽ അത് ഒരു പക്ഷേ സംരക്ഷണ കവചം ഒരുക്കാൻ ഉണ്ടാകില്ല എന്ന് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട്. അതിനിടയിലാണ് ഷാഫി പറമ്പിൽ നേരിട്ട് തന്നെ ഇത്തരത്തിലൊരു സ്ട്രാറ്റജി പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. അതെന്തായാലും ഉടൻ തന്നെ ഉണ്ടാകും, ഈ ഓണത്തിന് ശേഷം അത് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കൂടാതെ അവർ ഏറ്റവും എടുത്തു പറയുന്നത് MLA മണ്ഡലത്തിലെത്തിയാൽ ചിലപ്പോൾ 1-2 ദിവസം ഒരു പ്രതിഷേധം ഉണ്ടാകും. പക്ഷേ സ്വകാര്യ പരിപാടിയിലേക്കാണ് വരുന്നതെങ്കിൽ അതിന് ആ പ്രതിഷേധത്തിന്റെ ഊർജ്ജം കുറയും, അല്ലെങ്കിൽ അതിന്റെ ഘനം കുറയുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. എന്തായാലും ഇപ്പോഴും രാഹുലിനെ കൈവിട്ടിട്ടില്ല പാലക്കാട്ടെ എ ഗ്രൂപ്പ്. പ്രായരി പോലുള്ള UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ MLA വീണ്ടും പാലക്കാടേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളിലേക്ക് എ ഗ്രൂപ്പ് കടക്കുകയാണ്. അതിന് എത്രത്തോളം പിന്തുണ കോൺഗ്രസിനകത്ത് തന്നെ കിട്ടുമെന്നത് കാത്തിരുന്ന് കാണാം. ഇനി അങ്ങനെ രാഹുൽ എത്തിയാൽ അവിടെ പ്രതിഷേധങ്ങൾ എങ്ങനെയാവുമെന്നതും കണ്ടറിയുക തന്നെ വേണം.